ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതും ഇനി വരാനിരിക്കുന്നതുമായ OTT റിലീസുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ആട് 3. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾക്കാട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തൊരു ഫാന്റസി കോമഡി ചിത്രമാണ് ആട് 3. തിയേറ്ററിൽ നിന്നും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5 ആണ്. മെയ് മാസം 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് രാഗാസ. സംഗീത്, ശോഭൻ, നയൻ സരിക എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. മാനസ ശർമ്മ സംവിധാനം ചെയ്തൊരു ഹൊറർ ഫാന്റസി കോമഡി ത്രില്ലറാണ് രാഗസ. 2026 ഏപ്രിൽ 3 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 1 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി സ്പാ. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത് 2026 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയൊരു സോഷ്യൽ സറ്റയർ ഫിലിമാണ് സ്പാ. മേജർ രവി, വിജയ് മേനോൻ, നീന കുറുപ്പ്, സുധി മേനോൻ തുടങ്ങിയ വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുന്ന പുരുഷന്മാരുടെ ലൈംഗിക തൃഷ്ണതകളും നിഗൂഢതകളും ഒളിച്ചുവയ്ക്കുന്ന ഇരട്ടത്താപ്പാണ് ഈ സിനിമ പരിഹസിക്കുന്നത്. ഈ വരുന്ന മെയ് മാസം 8 തീയതി മുതൽ ആമസോൺ പ്രൈം വീഡിയോസിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് 28 Years Later The Bone Temple. 28 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ തകർത്തിട്ട് പോയ റേഞ്ച് വൈറസ് അതിജീവിച്ച മനുഷ്യർ വൈറസ് ബാധിച്ചവരെക്കാൾ ഭയാനകമായ പുതിയ ആചാരങ്ങളിലേക്കും ക്രൂരതകളിലേക്കും നീങ്ങുന്നതാണ് ഈ സീരീസിന്റെ പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സീരീസിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 26 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം ഷോർട്ട് ഫിലിമാണ് ത്രിനീതം. ഇന്ദ്രൻസ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഈ ഷോർട്ട് ഫിലിമിൽ ജീവിതത്തിലെ ചില നിർണായകമായ തീരുമാനങ്ങളും അവയുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കേവലം 10 കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മെയ് മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ പണിഷർ. തന്റെ കുടുംബത്തിലെ കൊലപാതകത്തിന് പ്രതികാരം വീട്ടുന്ന ഫ്രാങ്ക് കാസിൽ എന്ന പഴയ നാവികൻ സൈനിക ഗൂഢാലോചനയിൽ അകപ്പെടുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ജിയോ ഹോട്ട്സ്റ്റാറും ഡിസ്നി പ്ലസുമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 12 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യക്കകത്തും ഡിസ്നി പ്ലസിലൂടെ ഇന്ത്യക്ക് വെളിയിലും ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു കന്നഡ ഫാന്റസി കോമഡി ത്രില്ലർ വെബ് സീരീസ് ആണ് ജെറാക്സ്. ഒരിക്കൽ ഒരു പഴയ ഫോട്ടോ കോപ്പി മെഷീനുള്ളിലേക്ക് ഒരു നിഗൂഢമായ ഒരു ALS വീഴുന്നതും അതോടെ ആ മെഷീന് വിചിത്രമായ കഴിവ് ലഭിക്കുന്നു. ഈ ഫോട്ടോ കോപ്പി മെഷീൻ ഉപയോഗിച്ച് മനുഷ്യരെയും ഡ്യൂപ്ലിക്കേറ്റായി ചെയ്യാൻ സാധിക്കുന്നു. അതോടെ ആ മെഷീനിൽ കയറുന്ന ആളിന്റെ അതേ രൂപവും സ്വഭാവവും ഓർമ്മയുമുള്ള മറ്റൊരു വ്യക്തി പുറത്തു വരുന്നു. ഇതോടെ സമൂഹത്തിൽ ഒരേപോലെയുള്ള ഒന്നിലധികം ആളുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതുമൂലമുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ് ഈ സീരീസിന്റെ പ്രമേയം. നാഗഭൂഷണയാണ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ശ്രീനിധി ബംഗളൂരു സംവിധാനം ചെയ്ത ഈ സീരീസിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. 6 എപ്പിസോഡുകളുള്ള ഈ സീരീസ് C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അനിൽ കപൂർ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ് 24. രാജ്യത്തിനെതിരെയുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ 24 മണിക്കൂർ അദ്ദേഹം നടത്തുന്ന നീളുന്ന പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രമേയം. ഈ സീരീസ് തന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നുവെന്ന് അനിൽ കപൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് മാർട്ടി സുപ്രീം. ഒരു സ്പോർട്സ് കോമഡി ഡ്രാമ സിനിമയാണ് മാർട്ടി സുപ്രീം. മാർട്ടി റൈസ്മൻ എന്ന അമേരിക്കൻ ടെന്നീസ് താരത്തിന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രകടനത്തിന് ഈ സിനിമയിലെ നായകനായ തിമോത്തി ഷാലമേറ്റിന് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മൂവി ദി കേരള സ്റ്റോറി 2. 2023 പുറത്തിറങ്ങിയ ദി കേരള സ്റ്റോറിയുടെ 2ാം ഭാഗമാണ് ദി കേരള സ്റ്റോറി 2. ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ടായ ദ കേരള സ്റ്റോറി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച മൂവിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സെക്കൻഡ് പാർട്ടും. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ ഒരു വൻ പരാജയമായിരുന്നു. കാമാക്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത് ഉൽക്ക ഗുപ്ത, അദിതി ഭാട്ടിയ, ഐശ്വര്യ ഓച്ച എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ മൂവിയിൽ പ്രണയവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വിവാഹശേഷം അവർ നേരിടേണ്ടി വരുന്ന കഠിനമായ നിയന്ത്രണങ്ങളും ദുരനുഭവങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. ഈ വരുന്ന മെയ് മാസം 1 തീയതി മുതൽ ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം വെബ് സീരീസാണ് കിടിലം പാറു. ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സീരീസിന്റെ പ്രമേയം. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ സീരീസിന്റെ OTT റൈറ്റ്സ് മനോരമാക്സ് ആണ് നേടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സീരീസ് മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഗലാട്ട ഫാമിലി. വിമൽ, അനിക വിക്രമൻ, ആനന്ദ് രാജ്, മീരാകൃഷ്ണൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സർക്കുണൻ സംവിധാനം ചെയ്തൊരു കോമഡി ഫാമിലി എന്റർടൈനറാണ് ഗലാട്ട ഫാമിലി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായെത്തിയ ജയിലറിന്റെ 2ാം ഭാഗമാണ് ജയിലർ 2.
നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 2026 ഏപ്രിൽ മാസമാണ് പൂർത്തിയായത്. ഈ ചിത്രത്തിൽ രജനീകാന്തിനെ കൂടാതെ രമ്യ കൃഷ്ണൻ, യോഗി ബാബു, മിർണ മേനോൻ, സുരാജ് വെഞ്ഞാറമൂട്, അന്ന രാജൻ തുടങ്ങിയ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കൂടാതെ മോഹൻലാലും വിജയ് സേതുപതിയും അതിഥിവേഷത്തിലെത്തുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമ 2026 ജൂൺ മാസം 12 റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് 160 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മണിരത്നത്തിന്റെ തഗ് ലൈഫിന്റെ 150 കോടി രൂപയുടെ ഡീലിനെ മറികടന്നാണ് തമിഴ് സിനിമയിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ OTT ഡീലാണ് ജയിലർ 2-ന്റേത്. ഇപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ സിനിമയുടെ റിലീസിന് വേണ്ടി.